ഇപ്പോൾ വിഷുക്കാലമൊക്കെ അറിയില്ലേ, ഇപ്പോൾ കണിക്കൊന്നൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. കണിക്കൊന്ന നമ്മൾ കണി കാണാൻ വേണ്ടി മാത്രമല്ല, അത് ആയുർവേദത്തിൽ നല്ലൊരു ഔഷധം കൂടിയാണ്. ആരോഗ്യം എന്നൊക്കെയാണ് നമ്മൾ ആയുർവേദത്തിൽ അതിനെ വിളിക്കുക. ഈ കണിക്കൊന്നയുടെ പൂവ് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഒരു 3 ഫേസ് പാക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കണിക്കൊന്ന വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖക്കുരുവിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കാണ്. അത് കണിക്കൊന്ന നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം കുറച്ച് രക്തചന്ദനമോ അല്ലെങ്കിൽ ചന്ദനമോ മിക്സ് ആക്കിയിട്ട്, ചന്ദനത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൊടിയോ മിക്സ് ആക്കിയിട്ട് അത് നമ്മൾ മുഖക്കുരുവിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 3 തവണ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുഖക്കുരു കുറയുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ കളയാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കാണ്. അത് കണിക്കൊന്നയുടെ ഇതുപോലെ തന്നെ അരച്ചിട്ട് അതിലേക്ക് കുറച്ച് തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പാട് വന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖക്കുരുവിൻ്റെ പാടെല്ലാം പോകുന്നതാണ്. അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ഇല്ലാത്തൊരു സ്കിന്നിന് ടാൻ ഒക്കെ മാറിയിട്ട് ഒന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കാണ്. അതിന് ഇതുപോലെയുള്ള കണിക്കൊന്ന കഴുകി വൃത്തിയാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് പച്ചപ്പാലും അതുപോലെ കുറച്ച് മുൾട്ടാനും മിട്ടിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്.